ഇതിലോ? ഇതിലെന്റെ ഡ്രസ്, പിന്നെ പഴയ ബുക്സ്. തുറന്നു കാണിക്കുന്നതിൽ വിരോധമുണ്ടോ? എന്തിനാ വെറുതെ? പറഞ്ഞല്ലോ എന്റെ ഡ്രസ്സാ. കാണിക്കൂ, നോക്കട്ടെ. എന്താ മോളെ? കോളേജിൽ റിഹേഴ്സൽ അല്പം വൈകി. വന്നപ്പോൾ ഇദ്ദേഹത്തിന് കിറ്റ് തുറന്ന് കാണുമെന്ന്. എനിക്ക് ആളറിഞ്ഞൂടായിരുന്നു സാർ. പുതിയ ആളാ മോളെ? ഇതെന്താ? കുറെ പഴയ ബുക്സ്. പിന്നെ വണ്ടി എന്ത് ചെയ്തു? വർഷാപ്പ് വിട്ടു. എന്നാ പിന്നെ വല്ല ഓട്ടോ ടാക്സി പിടിച്ച് വരാമായിരുന്നില്ലേ? ആ മിസ്റ്റർ രാജു, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. യെസ് സാർ. പ്ലീസ് അല്ലേ? എസ്പിയുടെ മകളല്ലെങ്കിൽ അകത്ത് കിടന്നേനെ. ഓ പിന്നെ പിന്നെ അകത്ത്. പെൺപിള്ളേരിങ്ങനെ രാത്രി ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയാണോ? എന്താ, പോലീസ് പിടിക്കോ? പിടിച്ചല്ലോ. ഇപ്പോഴും കസ്റ്റഡിയിലാണ്. ഇനി കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാൽ മതി. വെറുതെ ബുദ്ധിമുട്ടണ്ട കേട്ടോ. നിങ്ങൾ വിചാരിച്ചാലൊന്നും ബാങ്ക് റോബറി ചെയ്തവരെ കിട്ടില്ല. ബാങ്കോ? ബാങ്ക് റോബറിയുടെ കാര്യം പ്രിയ എങ്ങനെ അറിഞ്ഞു? ഡാഡി പറഞ്ഞു. ഡാഡി അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇതിന് ഈ നാട്ടിൽ ആരാ അറിയാത്തത്? റിഹേഴ്സൽ നടക്കുന്നിടത്ത് എത്തി ന്യൂസ്. അത്രയ്ക്കുണ്ടല്ലോ നിങ്ങളുടെ പരാക്രമം. ബാങ്ക് റോബറി ചെയ്തവരെ തിരക്കി ഇനി ഉറക്കം കളയണ്ട. അവരിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവും. സേഫ് ആയിട്ട് ഈ രാത്രി ഞാൻ ഇവിടെ കൊണ്ട് എത്തിച്ചല്ലോ. പോയി കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എവിടെയായിരുന്നു ഇത്രയും നേരം? പറഞ്ഞിട്ടാണെന്നോ പോയത്? റിഹേഴ്സൽ തീരാൻ വൈകുന്നു. വൈകുന്നതിന് ഒരു കണക്കല്ലേ? ഒരു കാര്യത്തിന് പോയാൽ അത് കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റൂ. പെൺകുട്ടിയാണെന്ന വിചാരം ഉണ്ടോടി നിനക്ക്? പെൺകുട്ടിയായാലും എന്താ, ആരെങ്കിലും പിടിച്ചോണ്ട് പോവോ? ആ, അതും സംഭവിക്കും. അതൊക്കെ പണ്ട് മമ്മിയുടെ ചെറുപ്പകാലത്ത്. നിന്റെ കോളേജുകാർക്ക് ഈ റിഹേഴ്സലും കുന്തവും ഒക്കെ ഇതൊക്കെ നേരത്തെ തീർത്തൂടെ? Congratulations. ഹലോ, ആ കാണാ എന്നെ. എന്താ, കുഴപ്പമില്ലാതെ എത്തിയല്ലോ? ഓ യെസ്, പോലീസ് ആകുമ്പടിയോടെ തന്നെ. ആ, നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയാമോ? ആ, നമ്മൾ ആരും ഒന്നും ഇവിടുന്ന് പോകണ്ട. വെളുപ്പിന് പോയാൽ മതി. എവിടെ നോക്കിയാലും പോലീസാ. സംശയം തോന്നിയാൽ ആരെയായാലും അറസ്റ്റ് ചെയ്യും. അതിനിടയില്ല കിറ്റും തൂക്കിക്കൊണ്ട് നിന്റെ മോടെ ഒരു വരവ്. നിങ്ങൾ തന്നെ അവളെ ഇങ്ങനെ ആക്കിയത്. എല്ലാം അവളുടെ ഇഷ്ടത്തിന്. യൂത്ത് ഫെസ്റ്റിവലിന് പോകണ്ടെന്ന് ഞാൻ അവളെ വിലക്കിയില്ലേ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് പോകാൻ? അതിന് രാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ അലഞ്ഞു തിരിയണോ? സരസ്വതി, നീ അവളെ ഒന്ന് ഉപദേശിക്ക്. നിങ്ങൾ തന്നെ അതൊന്ന് ചെയ്താൽ മതി. പെൺകുട്ടികളെ അമ്മമാർ ഉപദേശിക്കുന്ന നല്ലത് അല്ലേ?
കുടിച്ചോന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഇതെന്താ ഇങ്ങനെ കഴിക്കുന്നത്? ഞാൻ ശരിയാക്കി തരട്ടെ. വേണ്ട, ഞാൻ ശരിയാക്കിക്കോളാം. നീ പൊയ്ക്കോ. അപ്പൊ പാല് വേണ്ട, നീ കുടിച്ചോ. ഞാൻ കുടിച്ചിട്ട. നിനി, അച്ഛനല്ലേ ഇവിടെ? ഉണ്ട്. വിളിക്കേ. ഡാഡി അന്വേഷിച്ചു പോലീസ് വിളിക്കുന്നു. ബാങ്ക് റോബറിയെ കുറിച്ച് എനിക്ക് ചില വിവരങ്ങൾ കൂടി അറിയാനുണ്ട്. ഇന്നലെ രാത്രി ഞാൻ എല്ലാം പറഞ്ഞല്ലോ. പോരാ, ഐ വാണ്ട് സം മോർ ഡീറ്റെയിൽസ്. റോബറിയോ മറ്റും നടന്നാൽ ആളെ കണ്ടുപിടിക്കാനായി സ്ട്രോങ് റൂമിൽ വീഡിയോ ക്യാമറ അല്ലാതെ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നോ? ഇല്ല, ക്യാമറയിലെ കാസറ്റ് ഇന്നലെ തന്നല്ലോ. അതിലൊന്നും വ്യക്തമല്ല. എന്തോ എനിക്കറിഞ്ഞൂടാ. ഒരു പക്ഷേ ക്യാമറയ്ക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചിരിക്കാം. എനിക്ക് വേറെ ചില വിവരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. എന്താ? ഒരു മധുവിനെ പരിചയമുണ്ടോ? ഇല്ല, എനിക്ക് പരിചയമില്ല. കള്ളം. നിങ്ങൾക്ക് അയാളെ പരിചയമുണ്ട്. നിങ്ങൾ തമ്മിൽ അടുപ്പവുമാണ്. ഇല്ല, എനിക്കറിയില്ല. ഇതാണ് മധു. ഇയാളെ പരിചയമുണ്ടോ? ഇല്ല. പരിചയപ്പെട്ടിരിക്കേണ്ടതാണല്ലോ. ഒരു വലിയ ബിസിനസ്മാൻ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഓമന പുത്രൻ. തിരുവനന്തപുരത്ത് ബാങ്ക് റോബറി നടത്തിയത് ഇയാളല്ലേ? 1.5 കോടി രൂപ. കേസ് വെറുതെ കിട്ടു. ഇപ്പൊ അറിയോ? ഇല്ല. ഇയാളുടെ വെപ്പാട്ട് റീത്തയെ അറിയോ? ഒരു ക്യാബറ ഡാൻസർ. ഇല്ല. കൂടെ കിടക്കുന്ന പെണ്ണുങ്ങളെ ഇത്ര വേഗം മറക്കരുത്. കാക്കിയിട്ടതുകൊണ്ട് എന്തും പറയാമെന്നാണ്. എന്നെ അവമാനിക്കരുത്. മാന്യനാണെന്ന് തെളിവാണല്ലോ ഈ ഫോട്ടോസ്. മധു അവന്റെ കീപ്പിനെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വിട്ടു തന്നിട്ടുണ്ട്. ഒരു പെണ്ണും നിങ്ങൾ തമ്മിലുള്ള അഫയേഴ്സ്, അത് തികച്ചും പേഴ്സണലാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബട്ട് ദിസ് ഗേൾ റീത്ത, ഇവൾ കൂടി പ്രതിയായിരുന്നു തിരുവനന്തപുരം ബാങ്ക് റോബറിയിൽ. ഒരാൾ കൂടിയുണ്ട്, സുനിൽ. മിസ്റ്റർ ബാലു, മധു നിങ്ങളോട് പണം ആവശ്യപ്പെട്ടിരുന്നില്ലേ? ചോദിച്ചേ കേട്ടില്ലേ? പണം ആവശ്യപ്പെട്ടിരുന്നില്ലേ? ഉവ്വ്. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? എന്റെ ബാങ്കിനെ ഞാൻ ചീറ്റ് ചെയ്യില്ല. இதுல என்ன சீட்டிங் இருக்கு? எல்லாம் சின்ன அட்ஜஸ்ட்மெண்ட் தான். உங்க பேங்க்ல இருந்து 10-15 லட்சம் என்கிட்ட நீங்க தர போறீங்க. நாளைக்கு காலையில பேங்க் திறக்கிறதுக்கு முன்னாடி அதை உங்ககிட்ட நான் திருப்பி தர போறேன். as simple as that. വേണ്ട മിസ്റ്റർ മധു, സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിലോ? ஆனா போங்கய்யா, லோக்கல் பேங்க்ல பணத்தை கொடுக்க இவ்வளவு பயப்படுறீங்க. ஃபாரின் பேங்க்ல எவ்வளவு பணம் தரான், அதெல்லாம் திருப்பியா தரோம். சரி, அதை விடுங்க. வேற ஒரு நல்ல ஐடியா சொல்றேன். பேங்க்ல என்னைக்கு நிறைய பணம் இருக்கோ அன்னைக்கு ராத்திரி யாரோ உள்ள போந்து கொள்ளடிக்கிறாங்க. துப்பாக்கியோ பாம் சத்தமோ இல்லாம ஸ்ட்ராங் ரூம சாவி வச்சு திறக்கிறாங்க. மேனேஜர் சார், நீங்க எனக்கு பெரிய உதவியெல்லாம் பண்ண வேணாம். சின்ன ஹெல்ப் பண்ணா போதும். அந்த ஸ்ட்ராங் ரூம் சாவிய 1 மினிட் என்கிட்ட கொடுங்க. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് തിരിച്ചു കൊടുത്തുറേൻ. വേണ്ട മധു, വേണ്ട. കേട്ടിട്ട് തന്നെ ഭയമാകുന്നു. എന്നെ ഇതൊന്നും കിട്ടില്ല. ഉന്നെ യാരിയാ ബാങ്ക് മാനേജർ ആക്കണ? പ്ലീസ് ഡാർലിംഗ്, യെസ് എന്ന് പറയൂ. നോ റീത്ത, നോ. പിന്നെ എന്റെ കൂടെ കിടന്നപ്പോ എന്തെല്ലാം പറഞ്ഞു? ബാങ്കിന്റെ എല്ലാ സഹായവും ചെയ്തു തരാമെന്നൊക്കെ. നിയമപരമായ സഹായമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. കൂടെ കിടന്നത് നിയമപരമായിട്ടല്ലല്ലോ. ഐ ആം സോറി. എന്നിട്ട് പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. ബാക്കി ഞാൻ അങ്ങോട്ട് പറയാം. ഈ ഫോട്ടോകളുമായി മധു നിങ്ങളുടെ വീട്ടിൽ വന്നു. നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി സ്ട്രോങ് റൂമിന്റെ താക്കോൽ വാങ്ങി.
ബാക്കി നിങ്ങൾ പറ. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എണിക്കടോ, എണിക്കടോ. ബാക്കി ഇവര് പറയിപ്പിക്കും. ആകെ കുഴപ്പമായി. എന്താടി? ഡാഡി പോലീസ് പിടിച്ചോണ്ട് പോയി. ഇതുവരെ വിട്ടിട്ടില്ല. വെറുതെ എന്റെ ഡാഡി. ഞാൻ പോലീസിൽ ചെന്ന് കുറ്റം സമ്മതിക്കാൻ പോവാ. കുറ്റം സമ്മതിക്കാനോ? അതെ. എന്നിട്ട് ഞങ്ങളെല്ലാം പോലീസിൽ ഇല്ല. നിങ്ങൾ ആരുമില്ല. ഞാൻ തനിച്ച പണം എടുത്തെന്ന് പറയാം. ബാക്കി അവര് പറയിപ്പിച്ചോളൂ. പിന്നല്ലാതെ എന്റെ ഡാഡിയെ അവർ. അതിന് നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നീ കരയാതെ. ഞാനില്ലേ? വാ. ഡാഡി, എന്താ ഇത്? ഇവളുടെ ഡാഡിയെ രാജു പിടിച്ചോണ്ട് പോയി. എന്തൊരു ഉപദ്രവമാണ് അയാളെ കൊണ്ട്. അത് അയാളുടെ ഡ്യൂട്ടി അല്ലേ മോളെ? ഒന്നും അറിഞ്ഞൂടാത്തവർ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നതാണോ ഡ്യൂട്ടി? അതിന് കൂട്ടു നിൽക്കാൻ ഡാഡി. അയാൾ വല്ലാതെ ആള് കളിക്കുന്നുണ്ട്. പോലീസ് ഇൻസ്പെക്ടർ അല്ലേ, അയാൾക്ക് എന്തെല്ലാം തെളിവുകൾ ശേഖരിക്കാനുണ്ടാവും? അതെ, ഇങ്ങനെയാണ് തെളിവ് ശേഖരിക്കുക. നിരപരാധികളെ വിഷമിപ്പിച്ചിട്ട് പോലീസ് കൊണ്ടുപോയെങ്കിൽ വിടണമെന്ന് പറഞ്ഞാ പോരെ? നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഈ ദേഷ്യവും പരിഭ്രമവും ഒക്കെ കുറ്റവാളികൾക്കല്ലേ ഉണ്ടാകേണ്ടത്? എന്നാ ഞാനാ ബാങ്ക് ഊത്തി കവർന്നത് എന്നാണോ പറഞ്ഞത്? പിന്നെ അല്ലാതെ. നിമ്മി, മോള് വിഷമിക്കണ്ട. ഡാഡിയെ വിട്ടയക്കാൻ ഞാൻ പറഞ്ഞേക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മധു ഇല്ലേ എവിടെ? ഇരിക്കൂ. സോറി, മധു ഇല്ലേ എവിടെ? ഉണ്ടല്ലോ. ഹലോ, പ്ലീസ് സിറ്റ് ഡൗൺ. നോ താങ്ക്സ്. தேங்க்ஸ் சாப்பிட்றியா? நோ. சிகரெட்? நோ. எல்லாத்துக்கும் நோ நோன்னா எதுக்குதான் எஸ்ன்னு சொல்லுவீங்க? ஏமா நீ எப்படி இன்ஸ்பெக்டர் ஆன? ചില വിവരങ്ങൾ അറിയാനുണ്ട്. என்கிட்ட இருந்தா? അതെ, നാഷണൽ ബാങ്കിലെ റോബറിയെ കുറിച്ച്. எனக்கு ஒன்றும் தெரியாது. ബാങ്ക് മാനേജർ എല്ലാം പറഞ്ഞു. சார், எங்க ஃபேமிலி ட்ரேட்மார்க்கே அப்படி. தமிழ்நாட்டுல எங்களை வில்லனா நினைச்சுக்கிட்டு இருக்காங்கன்னு தான் நான் இங்க வந்தேன். இங்க வந்து இதே சந்தேகமா? இந்த பாருங்க இன்ஸ்பெக்டர் சார், எனக்கும் இந்த பேங்க் ராபரிக்கும் எந்தவித சம்மந்தமும் கிடையாது. നിങ്ങൾക്ക് ബാലുവിനെ പരിചയമുണ്ടോ? ഇല്ല. പരിചയമുണ്ട്. അയാളുടെ ഒരു വീക്ക്നെസ് ആണ് നിങ്ങൾ. അയാൾ എനിക്ക് അറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞില്ലേ? You're creating a story. It's very interesting. ബോംബെയിൽ, തിരുവനന്തപുരത്ത്, അങ്ങനെ എത്ര സ്ഥലത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് അറിയാം. പല കേസും വിട്ടുപോയി. ഈ കേസിൽ നീ ശിക്ഷ വാങ്ങും. നടക്ക്. എവിടേക്ക്? സ്റ്റേഷനിലേക്ക്. வரலன்னா ഞാൻ കൊണ്ടുപോകും. மிஸ்டர், இந்த காக்கி சட்டைக்கு பயந்த ஆளு நான் இல்ல. നടക്കണം. ஓமேன். கவலைப்படாத. ஐயோ, ஏம்மா நான் உள்ள வரட்டா? எல்லா ஊர்லயும் இங்கிலீஷ் தானா? ஆமா. சார், நான் உள்ள வர மாட்டேன். உள்ள வந்தா எனக்காக போன் வரும். அப்புறம் திருப்பி என்ன வெளியே அனுப்புவீங்க. எப்படி வசதி? அது கூட எனக்காக தான் போன் பண்ணி அடிக்குது. ഇതെത്തി.
കൊടുക്കാം സാർ. സാർ ഫോൺ.